ഹലോ, വെൽക്കം ബാക്ക് ടു ദി വീഡിയോ. അപ്പം ഇന്നത്തെ ടോപ്പിക് ഹാൻഡ് റൈറ്റിംഗ് ആണ്. അപ്പോൾ ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യാം. ഒരു ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോക്യുമെന്റിന്റെ ഓതന്റിസിറ്റി അല്ലെങ്കിൽ ജെന്യൂനിറ്റിയിൽ ഒരു ഡൗട്ടോ അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ റൈസ് ചെയ്താലോ ആണ് ആ ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റ് നമ്മൾ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നത്. ഇത് എന്താവാം? ചെക്ക് ആവാം, അല്ലെങ്കിൽ ബില്ലാവാം. ഫോർ എക്സാമ്പിൾ, ഏറ്റവും കൂടുതൽ കേൾക്കുന്ന കാര്യമാണ് ഫോർജറി അല്ലേ? ചെക്കിൽ ഫോർജഡ് അല്ലെങ്കിൽ ഫേക്ക് സിഗ്നേച്ചർ ഇട്ടിട്ട് കാശ് തട്ടിയെടുക്കുന്ന ഒരു ഏർപ്പാട് അല്ലേ? അപ്പൊ പെട്ടെന്ന് ആ ചെക്കിലെ സിഗ്നേച്ചർ കണ്ടിട്ട് നമുക്കൊരു ഡൗട്ട് തോന്നുന്നതാണ് ഈ സിഗ്നേച്ചർ ഒറിജിനൽ അല്ല, ഫേക്ക് ആണെന്നുള്ളത്. അപ്പൊ ആ ചെക്ക് എന്താ വിളിക്കുക? ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് ആണ്. ഓക്കെ, ആ ഒരു മനസ്സിലായ ഒരു കൺസെപ്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഒരു ഡോക്യുമെന്റിന്റെ ഓതന്റിസിറ്റിയിൽ അല്ലെങ്കിൽ ജെന്യൂനിറ്റിയിൽ ഡൗട്ട് വന്നു കഴിഞ്ഞാലാണ് ആ ഒരു പർട്ടിക്കുലർ ഡോക്യുമെന്റിനെ നമ്മൾ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ ഡോക്യുമെന്റിനെ പറ്റി പറയുമ്പം ഏറ്റവും കൂടുതൽ ഓർത്തിരിക്കേണ്ട ഒരു പേരാണ് ആൽബർട്ട് ഓസ്ബോൺ എന്ന് പറയുന്നത്. ആൽബർട്ടസ് ഓസ്ബോൺ. കാരണം ഹീസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ്. ഫാദർ ഓഫ് ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് ആണ് ആൽബർട്ടസ് ഓസ്ബോൺ. ഇദ്ദേഹത്തിന്റെ ഒരു ബുക്ക് ഉണ്ട്. ആ ബുക്കിന്റെ പേരെന്താണ്? ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് എന്താണ് ആ ബുക്കിന്റെ പേര്? ഓക്കെ, ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് എന്താണ് ആ ബുക്കിന്റെ പേര്? ഇദ്ദേഹം എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇൻഡിവിജ്വാലിറ്റി ഓഫ് ഹാൻഡ് റൈറ്റിംഗ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കോമൺ ആൻഡ് അൺകോമൺ ഹാബിറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. അതായത് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ചില കോമണും അൺകോമണുമായ ഹാബിറ്റ്സ് ആണ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഓഫ് എൻ ഇൻഡിവിജ്വൽ. ഈ പറഞ്ഞ ഹാബിറ്റ്സും ക്യാരക്ടറിസ്റ്റിക്സും അനലൈസ് ചെയ്തിട്ടാണ് ഒരു ഇൻഡിവിജ്വലിന്റെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യുന്നത്. ഹെൻസ് ദ ഐഡന്റിറ്റി ഓഫ് എൻ ഇൻഡിവിജ്വൽ ക്യാൻ ബി അനലൈസ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇദ്ദേഹം കുറെ ബുക്ക് എഴുതിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഒരു ബുക്കാണ് ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ടോപ്പിക്കിൽ ഹാൻഡ് റൈറ്റിംഗ് എന്താണെന്ന് പഠിക്കാനുണ്ട്, അതിന്റെ ബേസിക് ഡെഫിനിഷൻസ് എന്താണെന്ന് പഠിക്കാനുണ്ട്, പ്രിൻസിപ്പിൾസ് ബിഹൈൻഡ് ദി ഹാൻഡ് റൈറ്റിംഗ്. പിന്നെ അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ഈ ക്വസ്റ്റ്യൻ ഡോക്യുമെന്റ് നമുക്ക് അനലൈസ് ചെയ്യണം അല്ലേ? അത് ഫേക്ക് ആണോ ജെന്യൂൻ ആണോ എന്ന് നമ്മൾ എന്ത് ചെയ്യണം? കോർട്ടിൽ പ്രൂവ് ചെയ്യണം. അതെങ്ങനെ പ്രൂവ് ചെയ്യും? ഇത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിലുള്ള ക്ലാസ് ആൻഡ് ഇൻഡിവിജ്വൽ ക്യാരക്ടറിസ്റ്റിക്സ്. തൊട്ടുമുമ്പ് പറഞ്ഞിരുന്നു ചില കോമൺ ആൻഡ് അൺകോമൺ ഹാബിറ്റ്സ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആ ഹാൻഡ് വെച്ചിട്ടാണ് ഒരു ഹാൻഡ് റൈറ്റിംഗിൽ എന്ത് ചെയ്യുന്നത്? അത് ജെന്യൂൻ ആണോ അല്ലെങ്കിൽ ആ പേഴ്സന്റെ ഐഡന്റിറ്റി പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഹാൻഡ് റൈറ്റിംഗ് എന്താണെന്ന് നമുക്ക് പറയാം. ബേസിക് ഡെഫിനിഷനിലോട്ട് പോവാം. ഇറ്റ് ഈസ് എ റൈറ്റിംഗ് ഡൺ ബൈ എ റൈറ്റിംഗ് ഇൻസ്ട്രുമെന്റ്. എന്താവാം? പെന്നോ പെൻസിലോ ആവാം, അല്ലെങ്കിൽ എന്താവാം? സ്റ്റോൺ ആവാം. വിത്ത് ദി ഹെൽപ്പ് ഓഫ് ദി ഹാൻഡ് ഓൺ എ സർഫസ്. കാരണം ആ സർഫസ് നമുക്ക് ചുമ്മാ നമുക്ക് എയറിൽ എഴുതാൻ പറ്റില്ലല്ലോ. നമുക്ക് എന്ത് ചെയ്യണം? ഒന്നിക്കൽ ഒരു പേപ്പർ വേണം അല്ലേ? അല്ലെങ്കിൽ എന്ത് ചെയ്യാം? വേറെ സ്റ്റോണിൽ എഴുതാം അല്ലെ? പണ്ട് കാലത്ത് സ്റ്റോണിലല്ലേ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ എടക്കൽ കേസിലൊക്കെ കാണാറില്ലേ? പേപ്പർ അല്ലെങ്കിൽ ഒരു ബുക്ക് അല്ലെങ്കിൽ വുഡ് അല്ലേ? ഒരു റൈറ്റിംഗ് സർഫസ് വേണം. ഓക്കെ, അതാണ് ഹാൻഡ് റൈറ്റിംഗിന്റെ ഒരു ബേസിക് ഡെഫിനേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് എൻ ഇൻഡിവിജ്വൽ പോസസസ് സം ക്യാരക്ടറിസ്റ്റിക്സ്. നേരത്തെ പറഞ്ഞില്ലേ ഹാബിറ്റ്സ് ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന്. ദാറ്റ് മേക്ക് ഇറ്റ് യുണീക്ക്. അതായത് ഒരു പേഴ്സണിൽ നിന്ന് വേറെ പേഴ്സണെ വ്യത്യസ്തമാക്കുന്ന ഒരു കാര്യം കൂടിയാണ് നമ്മുടെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആ ഹാൻഡ് റൈറ്റിങ്ങിനെ വ്യത്യസ്തമാക്കുന്നത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ചില ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണെന്നും എന്തൊക്കെയാണെന്നുമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ദീസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓൾസോ നോൺ ആസ് ഡിസ്ക്രിമിനേറ്റിംഗ് എലമെന്റ്സ്. ഡിസ്ക്രിമിനേറ്റിംഗ് എലമെന്റ്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരാളെ യുണീക്ക് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് അല്ലെ? അതായത് നോ ടു ഇൻഡിവിജ്വൽസ് ഹാവ് സെയിം എലമെന്റ്സ് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് ഓർ ആട്രിബ്യൂട്ട്സ് ഓഫ് ഹാൻഡ് റൈറ്റിംഗ്. അതാണ് അടുത്ത് പറയുന്നത്. ഓർ ആട്രിബ്യൂട്ട്സ് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്താണ്? certain visual signs or marks which are accepted by two or more phenomena or groups or individuals of a town or a city or a country as a means of communication. അപ്പൊ ഈ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ആ പറഞ്ഞ ഹാൻഡ് റൈറ്റിംഗ് എന്തായിരിക്കണം? ടു ഓർ മെൻ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ എന്ത് ചെയ്യണം? ആക്സെപ്റ്റ് ചെയ്യണം അല്ലെ? ആക്സെപ്റ്റ് ചെയ്യണം. നമ്മൾ എന്തിനാ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്? ഒന്നിക്കൽ ഒരാൾ ഐഡിയ വേറെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അല്ലെങ്കിൽ എന്തെങ്കിലും നമുക്ക് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ? അതിനാണ് നമ്മൾ ഈ പറഞ്ഞ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ കൂടിയാണ്. പക്ഷേ കമ്മ്യൂണിക്കേഷൻ ഒരു സിറ്റിയിലെ ഒരു ടൗണിലെ അല്ലെങ്കിൽ കൺട്രിയിലെ
നമ്മളിപ്പോൾ മലയാളം സംസാരിക്കുന്നുണ്ടെങ്കിൽ എന്താ, നമ്മൾ മലയാളത്തിൽ ഇപ്പം എന്തെങ്കിലും എഴുതുന്നുണ്ടെങ്കിൽ അത് നമ്മളെ ഗ്രൂപ്പ് ഓഫ് പീപ്പിളെ ആക്സെപ്റ്റ് ചെയ്തൊരു ലാംഗ്വേജ് ആണ്. അത് മീൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ ആണ്. ഒരാൾ ഐഡിയ ഷെയർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ്. പണ്ട് കാലത്ത് എങ്ങനെയാ, ഈ പിക്കിൽ കൊടുത്ത പോലെ റോക്കിലും അതേപോലെ തന്നെ സ്റ്റോണിലൊക്കെ എന്താണ് കൊത്തുപണി ചെയ്തിട്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് അല്ലേ? അതിന് വേണ്ടിയിട്ട് ഈ എക്സാമ്പിൾ കൊടുത്തിരിക്കുന്നത് പണ്ട് കാലത്ത് ഇങ്ങനെയാണ് ചെയ്തിരുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി അടുത്ത് എന്താണ്, ഇൻഫോമിങ് വൺസ് ഐഡിയ ടു അതേഴ്സ് അല്ലേ? ഒരാളെ ഐഡിയ വേറൊരാൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടും അബൌട്ട് എ പർട്ടിക്കുലർ മാറ്റർ ഓർ അണ്ടർസ്റ്റാൻഡിങ് ഓർ സെൻഡിങ് എ മെസ്സേജ്, ഒരു മെസ്സേജ് പാസ് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു ഐഡിയ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഹാൻഡ് റൈറ്റിംഗ് യൂസ് ചെയ്തിരുന്നത്. അതാണ് ഹാൻഡ് റൈറ്റിംഗിന്റെ ബേസിക് ഡെഫിനിഷൻ. ഈ പറഞ്ഞ ഹാൻഡ് റൈറ്റിംഗ് എന്തൊക്കെയാവാം, പെയിന്റിംഗ് ആവാം, ഡ്രോയിങ് ആവാം, എംബോസിംഗ് ആവാം അല്ലേ? എംബോസിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങളിപ്പം ഇൻവിറ്റേഷൻ ലെറ്റേഴ്സിലൊക്കെ ചില പോർഷൻസ് റേസ് ചെയ്ത് കാണാം, അവരെ എംബ്ലംസോ അങ്ങനെ എന്തെങ്കിലും കുറച്ച് റേസ് ചെയ്ത് കാണാം അല്ലേ? അതിനാണ് എംബോസിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, എംബോസിംഗ് എന്ന് പറയുന്നത് എംബോസ്ഡ് പ്രിന്റ് എന്നാണ് അതിനെ വിളിക്കുക. ഓക്കെ, ഇനി ഹാൻഡ് റൈറ്റിംഗ് എങ്ങനെയാ നമുക്ക്, എന്താണ് അതിന്റെ ബേസിക് മെക്കാനിസം എന്ന് പറയുന്നത്? സോ അതായത് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത് കോമ്പിനേഷൻ ഓഫ് മെന്റൽ ആൻഡ് മസ്കുലാർ ഡീവിയേഷൻ. അതായത് ഇറ്റ്സ് എ ന്യൂറോ മസ്കുലാർ ഫിനോമിനൻ എന്നർത്ഥം. അതാണ് തൊട്ടടുത്ത പോയിന്റ്. അതായത് ഒരു മെന്റൽ മസ്കുലാർ ഡീവിയേഷൻ അല്ലെങ്കിൽ മെന്റൽ മസ്കുലാർ കോർഡിനേഷൻ ആണ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. റിസൾട്ടിങ് ഇൻ എ നെർവ് മസിൽ റിയാക്ഷൻ. നമ്മളെ ന്യൂറോൺ സിസ്റ്റവും അതേപോലെ തന്നെ മസിലും അവർ തമ്മിൽ ഇന്ററാക്ഷൻ ആണ് നമ്മളെ ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഗിവിംഗ് ദ റൈറ്റിംഗ് ടു ഇറ്റ്സ് ഇൻഡിവിജ്വൽ അല്ലെ? നമുക്ക് എഴുതാൻ പറ്റുന്ന അതുകൊണ്ടാണ്. ഓക്കെ, ഇനി പ്രധാനപ്പെട്ട കീ പോയിന്റ്സ് ആണ് ഹാൻഡ് റൈറ്റിങ്ങിനെ പറ്റിയിട്ടുള്ളത്. അതായത് ഒന്ന്, ഇറ്റ്സ് ഓട്ടോമാറ്റിക്, അതായത് ഓട്ടോണോമസ് ആണ് അല്ലെ? നമുക്കിപ്പം പെട്ടെന്ന് എഴുതാൻ, അതായത് സബ് കോൺഷ്യസ് ആണെന്ന് അർത്ഥം. നമുക്ക് പെട്ടെന്ന് എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും റെഫർ ചെയ്യുന്നുണ്ടോ? ഇല്ല, ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ എഴുതുവാണ് അല്ലെ? അതാണ് ഓട്ടോണോമസ് എന്ന് പറയുന്നത്. പിന്നെ അടുത്ത ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫീച്ചർ. അണ്ടിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നത് വരെ ഹാൻഡ് റൈറ്റിംഗ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ഇപ്പം വേറെ ഫാക്ടേഴ്സ് എന്താ, ഇപ്പം മെമ്മറി ലോസോ അല്ലെങ്കിൽ ഇൽനെസ്സോ ഇഞ്ചറിയോ അതുപോലത്തെ ഫാക്ടേഴ്സ് ഇല്ലാത്തടത്തോളം കാലം ഇറ്റ്സ് എ കണ്ടിന്യൂസ് ഫീച്ചർ ആണ്. അല്ലെങ്കിൽ ഏജിങ്, ഇതൊന്നും ഇല്ലാത്തടത്തോളം കാലം എന്താണ്, കണ്ടിന്യൂസ് ഫീച്ചർ ആണ്, കണ്ടിന്യൂസ് പ്രോസസ് ആണ്. ഓക്കെ, ഇനി അടുത്ത് എന്താണ്, യുണീക്ക് ആണ് അല്ലെ? യുണീക്ക് എന്ന് പറയുന്ന ഒരു ഇൻഡിവിജ്വലിനെ വേറെ ഇൻഡിവിജ്വൽ ആയിട്ട് സെപ്പറേറ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് അല്ലെ? അതാണ് യുണീക്നെസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത് എന്താണ്, ഇറ്റ്സ് ആൻ അക്വേർഡ് സ്കിൽ. അക്വേർഡ് സ്കിൽ അതായത് നമ്മൾ ചെറുപ്പത്തിൽ നമ്മൾ എഴുതാനും വായിക്കാനൊക്കെ പഠിക്കുന്നല്ലേ, അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതാൻ തുടങ്ങുന്നത് തന്നെ അല്ലെ? അതിന്റെ ബേസ് എവിടുന്നാണ്, നമ്മളെ ചൈൽഡ്ഹുഡിൽ നിന്നാണ്. സോ ഇറ്റ് ഇസ് ആൻ അക്വേർഡ് സ്കിൽ, നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് അല്ലെ? നമ്മൾ ജനിച്ച ഉടനെ നമ്മൾ എഴുതാൻ പഠിക്കുന്നില്ല, നമ്മളത് അക്വയർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹാൻഡ് റൈറ്റിംഗിന്റെ പ്രിൻസിപ്പിൾ എന്താണെന്നാണ്. പ്രിൻസിപ്പിൾ, ഓക്കെ, ദ ഹാൻഡ് റൈറ്റിംഗ് ഓഫ് എവരി മെച്യൂർ റൈറ്റർ ഈസ് പേഴ്സണൽ ആൻഡ് ഇൻഡിവിജ്വൽ ടു ഹിം അലോൺ. കാരണം നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും, എവിടെ പോയാലും ഈ യുണീക്ക് നില വേർഡ് ഉണ്ടാകും. അതായത് യുണീക്ക് ആണ് ഒരു പേഴ്സണിന്, എന്താണ്, യുണീക്ക് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഒരു ഹാൻഡ് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, രണ്ടാമത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ നാച്ചുറൽ വേരിയേഷൻ എന്ന് പറയുന്ന കാര്യമാണ്. നാച്ചുറൽ വേരിയേഷൻ അതായത് ഇവിടെ കൊടുത്ത പോലെ ഞാനിപ്പോൾ ഇത് എൻ്റെ സിഗ്നേച്ചർ ആണിത്. ഓക്കെ, ഇതിപ്പോൾ ഞാൻ ഒരേപോലെയാണോ ചെയ്തത്? ഒരേപോലെയാണ്, ഞാൻ തന്നെയാണ് ഇത് രണ്ടും സൈൻ ചെയ്തത്. പക്ഷെ എന്താണ്, കുറേ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ? അതാണ് നാച്ചുറൽ വേരിയേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എന്താ, ഇപ്പം ഈ ദാ എന്നുള്ള വേർഡ് ഇവിടെ കണ്ടോ, ഈന്റെ ലൂപ്പ് നോക്ക്, ഈ ഒരു സർക്കിൾ കണ്ടോ, ഇതിൽ ചെറിയ വ്യത്യാസം വരുന്നുണ്ട്. സെയിം പേഴ്സൺ ആണ്. ഇതാണ് നാച്ചുറൽ വേരിയേഷൻ എന്ന് പറയുന്നത്. ഒരേ പേഴ്സണെ ഒരിക്കലും സെയിം കാര്യം റിപ്പീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് ഇപ്പൊ ഞാൻ ഇതേപോലെ സൈൻ ഇട്ടാൽ ഇതേ ഡയമെൻഷനിൽ ഇതേ ലെങ്തിലും സ്പേസിലും എനിക്ക് രണ്ടാമതൊരു സിഗ്നേച്ചർ എഴുതാൻ പറ്റില്ല. അതാണ് നാച്ചുറൽ വേരിയേഷൻ എന്ന് പറയുന്നത്. അതിന്റെ എക്സാമ്പിൾ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത്, ടു ഡിഫറെന്റ് പീപ്പിൾ കനോട്ട് റൈറ്റ് ഇൻ സിമിലർ സ്റ്റൈൽ. അവിടെ എന്താ യൂസ് ചെയ്യുന്നത്, യുണീക്നെസ് ആണ് അല്ലെ? യുണീക്നെസ് ആണ്. എ റൈറ്റർ കനോട്ട് എക്സീഡ് ഹിസ് റൈറ്റിംഗ് സ്കിൽ ആൻഡ് എബിലിറ്റി അൺലെസ് ഹി മേക്ക് സീരിയസ് എഫേർട്സ് ആൻഡ് പ്രാക്ടീസസ്. അതായത് ഇപ്പം 18 വയസ്സിലൊരാള്, ഓക്കെ, ഈ സമയത്താണ് മെച്ചോർഡ് സ്റ്റേജ് അല്ലേ? മെച്ചോർഡ് ആവുന്ന 18-ആം വയസ്സിലാണ്.
അപ്പൊ നമ്മളൊരു കോമൺ സ്റ്റൈൽ ഓഫ് ഹാൻഡ് റൈറ്റിംഗ് ആയിരിക്കും ഫോളോ ചെയ്യുന്നുണ്ടാവുക. ചിലപ്പം ഒരാൾ എ എന്ന് ഇങ്ങനെ ആയിരിക്കും അല്ലെ, ചിലവർ ഇങ്ങനെ എഴുതാം, ചിലവർ ഇങ്ങനെ എഴുതാം, ചിലവർ എഫ് എന്ന് ഇങ്ങനെ ആയിരിക്കും. ഓക്കെ, ഇതെന്താണ്? ഇത് കണ്ടിന്യൂസ് ഈ സ്റ്റൈലായിരിക്കും ആ പേഴ്സൺ ഫോളോ ചെയ്യുക ഈ ഒരു പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ. പെട്ടെന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അൺലെസ് വി പ്രാക്ടീസ്. അത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. പ്രാക്ടീസ് അല്ലെങ്കിൽ എഫേർട്സ് വിടാതെ നമുക്ക് ഒരിക്കലും നമ്മളെ സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ സ്കില്ല് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. സ്കിൽ ഇമ്പ്രൂവ് ചെയ്യാം, പക്ഷെ ആ പർട്ടിക്കുലർ സ്കില്ലോ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ സ്റ്റൈലോ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല ഒറ്റ മൊമെന്റ്. ഓക്കെ, ഇനി അടുത്തത്, എ പേഴ്സൺ കനോട്ട് അഡോപ്റ്റ് ഡിഫറെന്റ് സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗ് അറ്റ് ഡിഫറെന്റ് പോയിന്റ്സ്. ചേഞ്ചിങ് വൺസ് നോർമൽ സ്റ്റൈൽസ് ഓഫ് റൈറ്റിംഗ് ആസ് ആൻ എക്സീഡിംഗ്ലി ഡിഫിക്കൽട്ട് ടാസ്ക്. അതാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം. ഇപ്പം ഒരാൾ എന്ന് ഇങ്ങനെ എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് എ ഇങ്ങനെ എഴുതണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കില്ല. കാരണം എന്താ? ഈ പറഞ്ഞ വ്യക്തി മെച്ചുവർ ആയതിനു ശേഷം ഫോളോ ചെയ്ത് സ്റ്റൈൽ ഓഫ് എന്താണ് എ ഇങ്ങനെയാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ ബി ചെയ്തെന്ന് നാളെ എന്നോട് വന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ബി ചെയ്താൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സബ് കോൺഷ്യസ് മൈൻഡ് സമ്മതിക്കോ? ഇല്ല. ഓട്ടോമാറ്റിക് ആയിട്ട് ആദ്യം വരുന്നത് എന്താണ്? ഈ പറഞ്ഞ ലെറ്ററേ വരുള്ളൂ, ഈ പറഞ്ഞ സ്റ്റൈലേ എനിക്ക് വരുള്ളൂ. ഓക്കെ, ഇനി അടുത്തത് പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് ഫിസിക്കൽ അബ്നോർമാലിറ്റി ഓർ ഡിഫക്ട് ഒറിജിനേറ്റിംഗ് ഫ്രം ഇൽനെസ്, ഇഞ്ചുറി ഓർ സൈക്കോളജിക്കൽ വേരിയേഷൻ ആൻഡ് അതർ സിമിലർ കണ്ടീഷൻസ്. അതായത് ഒരു വ്യക്തിക്ക് ഇൽനെസ്സോ അല്ലെങ്കിൽ ഇഞ്ചുറിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സൈക്കോളജിക്കൽ അല്ലെങ്കിൽ ഫിസിയോളജിക്കൽ ഫാക്ടേഴ്സ് വേരിയേഷൻസ് ഇല്ലാത്തിടത്തോളം കാലം എന്താണ് അദ്ദേഹത്തിന്റെ ഹാൻഡ് റൈറ്റിങ്ങിനെ എഫക്ട് ചെയ്യാൻ പോകുന്നില്ല, ഒരു ഡിഫക്റ്റും ഉണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ ഈ പറഞ്ഞ ഇഞ്ചുറിയും അല്ലെങ്കിൽ ഇൽനെസ്സും അദ്ദേഹത്തിന് എഴുതാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിലും അത് അയാളെ ഐഡന്റിറ്റി നമുക്ക് വെളിപ്പെടുത്താൻ പറ്റും അല്ലെ. ഇപ്പം ഒരാൾക്ക് കൈയില്ലാത്ത ഒരാൾ എഴുതുമ്പോൾ വേറെ രീതിയിലായിരിക്കും എഴുതാം അല്ലെ. ഇപ്പം ഒരു നോർമൽ ഇങ്ങനെ എഴുതുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കൈ ചെയ്താൽ ചിലപ്പോൾ എന്താ ഇങ്ങനെ ചിലപ്പോൾ എഴുതുന്നുണ്ടാവും. ഇതെന്താണ്? അയാളെ യൂണീക്ക്, അയാളെ ഐഡന്റിറ്റീനെ കാണിക്കുന്ന ഒരു മോഡ് ഓഫ് ആണ് അല്ലെ. ഐഡന്റിറ്റി കാണിക്കുന്ന ഒരു മോഡ് ഓഫ് റൈറ്റിംഗ് ആണ് അല്ലെ. ഈ ഒരു സ്റ്റൈൽ ഇദ്ദേഹം മാത്രമേ എഴുതുള്ളൂ. മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇനി അടുത്തത്, വൺ കനോട്ട് റൈറ്റ് ടു സിഗ്നേച്ചേഴ്സ് പ്രിസൈസ്ലി അലൈക്ക് അല്ലെ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യമാണ് നാച്ചുറൽ വേരിയേഷൻ അല്ലെ. അതായത് ഒരാൾക്ക് സിമിലർ സ്റ്റൈലിൽ സിമിലർ വേയിൽ ഒരിക്കലും രണ്ട് തവണ, സിമിലർ അല്ല സെയിം വേയിൽ ഒരിക്കലും രണ്ട് സിഗ്നേച്ചർ ഒരുമിച്ച് ഇടാൻ പറ്റില്ല. അതായത് ഇത് എന്റെ സിഗ്നേച്ചറാ, ഇതെന്താ വ്യത്യാസം ഉണ്ടല്ലേ, ഇത് ഞാൻ സിഗ്നേച്ചർ ചെയ്തതാണ്, പക്ഷെ എന്താണ് ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെന്റ് അല്ലെ. ചെറിയൊരു മൈന്യൂട്ട് വേരിയേഷൻ വന്നിട്ടുണ്ട്. ഇപ്പൊ അതേപോലെ ഇഫ് ടു സിഗ്നേച്ചേഴ്സ് ആർ അലൈക്ക് ദെൻ വൺ ഓഫ് ദം ഈസ് ഫോർജ്ഡ്. അതായത് ട്രേസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ കാർബൺ കോപ്പി വെച്ചിട്ടോ ചെയ്തു കഴിഞ്ഞാൽ ആ ഒരു സിഗ്നേച്ചർ സിമിലർ അല്ലെങ്കിൽ എക്സാക്ട്ലി സെയിം കോപ്പി ആണെങ്കിൽ അതെന്താണ്? ഒരു സിഗ്നേച്ചർ അത് ഫോർജഡ് ആണ് അല്ലെ, ഫേക്ക് ആണ്. ഇനി അടുത്തത്, എവരി പേഴ്സൺസ് റൈറ്റിംഗ് അണ്ടർഗോസ് ഗ്രാജുവൽ ചേഞ്ചസ് ഇൻ കോഴ്സ് ഓഫ് ലൈഫ്. അതായത് 18 വയസ്സുള്ള ഒരാള് ഓക്കെ എഴുതുന്ന ഒരു സ്റ്റൈല് ഗ്രാജുവൽ ഏജ് കൂടുന്തോറും നമ്മളെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുണ്ടെങ്കിൽ നമ്മളെ ഹാൻഡ് റൈറ്റിംഗിൽ വേരിയേഷൻ വരും, പക്ഷെ നമുക്കത് പെട്ടെന്ന് ഒബ്സർവ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, മൈന്യൂട്ട് വേരിയേഷൻ വരും. ഓക്കെ, ഇപ്പം 64 വയസ്സുള്ള ഒരാളെ ചിലപ്പം ഇങ്ങനെ ആയിരിക്കും എഴുതുക. അത് വേരിയസ് ഫാക്ടേഴ്സ് ആണല്ലേ. മസിൽ പ്രശ്നം വരാം, അല്ലെങ്കിൽ എന്താ പറയാ ഡിസ്ലൊക്കേഷൻ വരാം, അല്ലെങ്കിൽ അങ്ങനത്തെ ഏജ് കാരണം ഉണ്ടാകുന്ന പ്രശ്നം മൂലം ഹാൻഡ് റൈറ്റിംഗിൽ ചേഞ്ച് വരാം. പക്ഷെ അതൊക്കെ എന്താണ്? ഗ്രാജുവലും ആണ്, പക്ഷെ മൈന്യൂട്ടും ആണ്. ഓക്കെ, അത് പെട്ടെന്ന് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല. ഇപ്പം 18-ാം വയസ്സിൽ ഇപ്പം എ ഇങ്ങനെ എഴുതി, 19-ാം വയസ്സിൽ ഇപ്പം ഇങ്ങനെ തന്നെ എഴുതുക, പക്ഷെ എന്നാലും ചെറിയൊരു മൈന്യൂട്ട് വേരിയേഷൻ ഒബ്സർവ് ചെയ്യാൻ പറ്റും. പക്ഷെ സ്റ്റൈല് ചേഞ്ച് ആവത്തില്ല, പക്ഷെ ചെറിയൊരു ചേഞ്ച്, അതായത് മനസ്സിലായി വിശ്വസിക്കുന്നു, ഒരു ഹാൻഡ് റൈറ്റിംഗിന്റെ ചേഞ്ച് ഗ്രാജുവലും ആണ്, പക്ഷെ അത് സ്ലോ ആണ്. അത്ര ഉദ്ദേശിക്കുന്നു. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹാൻഡ് റൈറ്റിംഗ് ആണ് പഠിക്കാനുള്ളത്. അത് രണ്ട് ടൈപ്പ് ഓഫ് ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട്, ഒന്ന് ക്ലാസും അതേപോലെ തന്നെ ഇൻഡിവിജ്വലും. ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? അപ്പിയറൻസ് ഓഫ് റൈറ്റിംഗും അതേപോലെ തന്നെ മാനർ ഓഫ് കൺസ്ട്രക്ഷൻസും ആണ്. എങ്ങനെയാണ് നമ്മൾ ഒരു കാര്യം എഴുതുന്നത്, ഇങ്ങനെ എഴുതുന്നതിൽ നമുക്കൊരു കൺസ്ട്രക്ഷൻ മെത്തേഡ് ഉണ്ട് അല്ലെ. ചിലവർ ഇങ്ങനെ എഴുതുന്നുണ്ട് അല്ലെ. ഇത് ഓരോ മോഡ് ഓഫ് കൺസ്ട്രക്ഷൻസ് ആണ്. അതേപോലെ തന്നെ എങ്ങനെയാണ് നമുക്ക് അപ്പിയർ ചെയ്യുന്നുള്ളത്, അപ്പിയറൻസ് ഉദ്ദേശിച്ചത് സ്റ്റൈല്, എംബലിഷ്മെന്റ്, അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടോ എന്നുള്ളത്. അതാണ് ഇനി അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ താങ്ക് യു.